ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ബൈ നൗ പേ ലേറ്റർ. നെൽ കർഷകർക്ക് പുത്തൻ പ്രതീക്ഷയുമായി പട്ടാമ്പി നഗരസഭ. പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ റൈസ് പ്രോസസിംഗ് സർവീസ് സെന്ററും ഡെമോൺസ്ട്രേഷൻ യൂണിറ്റും സ്ഥാപിക്കുന്നതിന് 5 കോടിയുടെ പദ്ധതി രേഖ സർക്കാരിലേക്ക് സമർപ്പിച്ചു. മൂല്യവർദ്ധിത വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. പുതിയ കെട്ടിടം, പ്രോസസിംഗ് ഹാൾ, അസംസ്കൃത വസ്തു സംഭരണശാല, ലാബ്, പരിശീലന ഹാൾ, യന്ത്രങ്ങളും ഉപകരണങ്ങൾ, മിനി റൈസ് മിൽ, പാഡി ക്ലീനർ, ഡീസ്റ്റോണർ, പാഡി ഡ്രയർ, റൈസ് പോളിഷർ, പൾവറൈസർ, അവൽ, പൊരി നിർമ്മാണ യൂണിറ്റുകൾ, യൂട്ടിലിറ്റി സൗകര്യങ്ങൾ, ഫർണിച്ചർ, IT സൗകര്യങ്ങൾ എന്നിവയാണ് പദ്ധതി രേഖയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. കേരളത്തിൽ നെൽകൃഷിയുടെ വിസ്തൃതി കുറയുകയും ഉൽപാദന ചെലവ് വർദ്ധിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ നമ്മുടെ ഈ പ്രദേശത്തുള്ള കർഷകരെ സഹായിക്കുക എന്നുള്ള ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടി പട്ടാമ്പി നഗരസഭ ഒരു പ്രപ്പോസൽ സംസ്ഥാന ഗവൺമെന്റിനും കൃഷി മന്ത്രിക്കും സമർപ്പിക്കുകയുണ്ടായി. ഒരു റൈസ് പ്രോസസ്സിംഗ് സെന്ററാണ് പട്ടാമ്പിയിൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ആധുനിക റൈസ് പ്രോസസ്സിംഗ് സെന്റർ, സർവീസ് സെന്റർ, അതിൻ്റെ ഡെമോൺസ്ട്രേഷൻ യൂണിറ്റ് ഉൾപ്പെടെ 5 കോടി രൂപ ചെലവ് വരുന്ന ഒരു പദ്ധതിയാണ് സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. പദ്ധതി നടപ്പായാൽ കർഷകർക്കും സംരംഭകർക്കും വലിയ കൈത്താങ്ങാകും. കേരളത്തിൽ നെൽകൃഷി വിസ്തൃതി കുറയുകയും ഉൽപാദന ചെലവ് വർദ്ധിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കാൻ മൂല്യവർദ്ധിത ഉൽപ്പന്ന വികസനം അനിവാര്യമാണെന്നാണ് പദ്ധതി രേഖയിൽ ചൂണ്ടിക്കാട്ടുന്നത്. പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ അരി, അവൽ, പൊരി, അരിപ്പൊടി, ഹെൽത്ത് മിക്സ്, റെഡി ടു കുക്ക് ഉൽപ്പന്നങ്ങൾ, ഗ്ലൂട്ടൻ ഫ്രീ ഭക്ഷ്യവസ്തുക്കൾ തുടങ്ങിയവ ശാസ്ത്രീയമായി ഉൽപ്പാദിപ്പിച്ച് വിപണിയിലെത്തിക്കാൻ കഴിയും. പദ്ധതിയുടെ വിശദമായ റിപ്പോർട്ട് മന്ത്രി ടി സിദ്ദിഖിന് നൽകിയതായി നഗരസഭാ അധ്യക്ഷ TP ഷാജി പറഞ്ഞു. ഈ പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടുകൂടി അരി, അവൽ, അവിൽപ്പൊടി, ഹെൽത്ത് മിക്സ് ഉൾപ്പെടെയുള്ള ഒരുപാട് വസ്തുക്കൾ നിർമ്മിക്കാനും അതുവഴി നിലവിലുള്ള വരുമാനം വർദ്ധിപ്പിക്കാനും കർഷകരെ സംബന്ധിച്ചിടത്തോളം സാധിക്കും. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. .വ്യൂ ന്യൂസ്. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.